മിനിസ്റ്ററെ, വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്ഷേപങ്ങളാണ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താണ് സർക്കാരിന്റെ ഇനിയുള്ള നിലപാട്? സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കുകയാണല്ലോ. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണല്ലോ സർക്കാർ ഹേമ കമ്മിറ്റി നിയോഗിച്ചത്. ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ കിട്ടിയപ്പോൾ ആ റിപ്പോർട്ട് അതിൻ്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമായിരിക്കേണ്ട കാര്യമാണെന്നുള്ള കാര്യം തർക്കമില്ല. അതിനുവേണ്ടിയാണ് 2 മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ കോൺക്ലേവിൽ സീരിയൽ സിനിമാ രംഗത്തെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തി ഈ പറയുന്ന നിർദ്ദേശങ്ങളും നിയമനങ്ങളും നടപ്പാക്കാൻ എന്തെല്ലാമാണ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് വലിയ ഗവൺമെൻറ് ആ ഒരു നിലപാടാണ് ഗവൺമെൻറ് ഉള്ളത്. അത് ആദ്യം മുതലേ തന്നെ ഗവൺമെൻറ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ വിശദീകരിക്കാതെ എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? അതിനൊന്നും അന്നേരം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കാതെ പോയത്. അത് സർക്കാരിൻ്റെ തലയിൽ കുത്തിവെക്കാനല്ല ശ്രമിക്കേണ്ടത്. സർക്കാരിന് ഇതിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ്. ആ ഉത്തരവാദിത്തത്തിന് കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സിനിമാ സീരിയൽ രംഗത്ത് ഇടപെടേണ്ടതായിട്ട് ആ ഇടപെടലിന് ആവശ്യമായ ഒരു മാർഗരേഖയാണ് ഈ കമ്മീഷൻ. ആ റിപ്പോർട്ട് വിശദമായി തന്നെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിക്കും. ഈ മൊഴികൾ എടുക്കുമ്പോൾ ആ മൊഴികൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കമ്മീഷൻ തന്നെ പറയുന്നത്. അത്രയ്ക്കും ഗുരുതരമായ ആരോപണങ്ങളും പരാമർശങ്ങളുമാണ് അതിലുള്ളത്. കമ്മീഷൻ ഞെട്ടിയെത്തിച്ചെനിക്കറിയില്ല. കാരണം ആ സമയത്ത് ഞാനില്ലല്ലോ. എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇത് വായിക്കാനും പറ്റില്ല. കാരണം ഇതിന് നിർദ്ദേശവും നിഗമനമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ കൈ കിട്ടിയതിനകത്ത് വല്ല ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ICC പോലെയുള്ളവ നേരത്തെ തന്നെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടികൾ നമുക്ക് നോക്കാം. കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ്, ഈ 2 വാക്കുകളും മലയാള സിനിമയിൽ നിരോധിക്കേണ്ടി വരുന്ന രീതിയിലുള്ള കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും എല്ലാവരോടും കോംപ്രമൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അതിന്റെ അർത്ഥം വേറെയാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ അത്ര ഭീകരമായൊരു പല രീതിയിലുള്ള ചൂഷണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്നതായിട്ട് ആ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? ഞാൻ മന്ത്രിയായി ഇപ്പോൾ 3.5 വർഷമായി. ഒരു പരാതി ഈ പറയുന്നത് ഒരാർട്ടിസ്റ്റിൻ്റെ ഭാഗത്ത്. എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന WCC അടക്കമുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തിപരമായി ആരുടെ പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികൾ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്താൻ തീരുമാനത്തിലേക്ക് എത്തി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ കോൺക്ലേവ് വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആശയം നടത്തി അങ്ങനെ സിനിമാ കോൺക്ലേവിലേക്ക് പോകണം തീരുമാനിച്ചു. ആ കോൺക്ലേവ് എന്ന് പറയുന്നത് വെറും ഒരു ചർച്ച മാത്രമല്ല. 3 ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം ഇപ്പോൾ സിനിമ നടന്മാരുടെ മേഖലയിൽ നിന്നുള്ളവർ, നടിമാർ, മറ്റ് ടെക്നീഷ്യൻ മേഖലയിൽ നിന്നുള്ളവർ, എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമാ രംഗത്തുള്ളവർ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യം. കാരണം കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറുകയാണ്. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കാലത്ത് ഏറ്റവും കൂടുതൽ പണം റിലീസ് ചെയ്ത വർഷമാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ വർഷമാണ്. ഇപ്പോൾ സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തുന്നത്. 150 കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം കൊണ്ട് നിർമ്മാണം നടത്തിയത്. 150 കോടി. കൊച്ചിയിലിപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന വലിയ ഇപ്പോൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ, ഇപ്പോൾ സിനിമ അക്കാദമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, അക്കാദമി വഴി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം KSMDC വഴി നമ്മുടെ സിനിമാ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനം, ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ. അല്ല, അത് വായിച്ചത് വിവരാവകാശ കമ്മീഷനാണ്. അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹമാണിത് വായിച്ചിട്ട് പറഞ്ഞ് ഈ 60 പേജ് പ്രസിദ്ധീകരിക്കേണ്ടത്. മന്ത്രിയതിലെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വായിച്ചാണോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമായത്. പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് മിനിസ്റ്റർ വായിക്കും. പുറത്തു വന്ന റിപ്പോർട്ട് കണ്ട വായിക്കാം. പ്രത്യേകിച്ച് നോക്കാം. നാളെ കിട്ടുമല്ലോ. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് നിലവിൽ. ഒരു സ്ത്രീയുടെ പരാതിയോ ആക്ഷേപിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു പരാതി കിട്ടിയാൽ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ്. ഇത്രയും വലിയ ഒരു ഇടപെടൽ നടന്നു, അല്ലെങ്കിൽ അധിക്ഷേപം നടന്നു, പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം പുറത്തു വരുമ്പോൾ കൃത്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് സർക്കാർ പോകണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്.
ഇത് സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വ്യക്തിപരമായ ഒരു പരാതിയും ഏതെങ്കിലും ഒരു സ്ത്രീ മന്ത്രി എന്ന നിലയിൽ തന്നിട്ടില്ല. തരാത്തൊരു കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി നിയോഗിച്ചത്? ആ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ, എന്താണ് ഭാവിയിൽ ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത്. ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് മുൻ വിവരാവകാശ കമ്മീഷനാണ്. അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല. അപ്പോഴാണ് അതിന്മേൽ കേസിന് പോകുന്നത്. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല പ്രസിദ്ധീകരിക്കട്ടെ. അപ്പോൾ ഹൈക്കോടതി പോയി. അതിൻ്റെ വിശദാംശം പോലല്ല, കോടതി പറഞ്ഞ ദിവസം കൃത്യസമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ ഓരോ പേജിലെ ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരട്ടെ. അത് വന്നു കഴിഞ്ഞതിന് ശേഷം നടപടി സ്വീകരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്, ഇനിയും കൊടുക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ സർക്കാരിൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ കർശനമായ നടപടി തുടർന്നുകൊണ്ടാകും. ഇപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതായിരുന്നു. തുടർന്നും ആ രംഗത്ത്, സിനിമാ രംഗത്താണ്, സീരിയൽ രംഗത്താണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല. കൃത്യമായ നിയമ നടപടി ആ കാര്യത്തിൽ തുടർന്നും ഞങ്ങൾ സ്വീകരിച്ചിരിക്കും.